രണ്ടല്ലേടാ മുച്ച് തന്നെ എടുത്തെടുത്തെടുത്ത്. പിള്ളേരെ ചുറ്റപ്പൻ കോടീശ്വരനാവുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തോ? നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ച്. അങ്ങനെ 3 പീക്കിരി പിള്ളേർ പറഞ്ഞാലേ അങ്ങ് തളർന്നു പോകുന്നൊന്നുമില്ല സുമേഷ്. നോക്കിക്കോ 5 വർഷത്തിനാണ് ഞാൻ ഒരു കോടീശ്വരനാവും. 5 വർഷം ഡെയിലി പോയി ലോട്ടറി എടുക്കാനുള്ള പരിപാടി. ഒഞ്ഞി പോടി, ലോട്ടറി എടുക്കാനും എന്നെ കിട്ടുന്നില്ല. ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്ത് ബിസിനസ്? എന്ത് ബിസിനസ് ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യും. പെട്ടെന്ന് കോടീശ്വരനാകാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതിപ്പം നിങ്ങളുടെ ചെറുതെന്നോ വലുതെന്നോ വേറെ തിരിവൊന്നുമില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ചിറ്റപ്പാ വിഷക്കച്ചവടം തുടങ്ങും. അതാകുമ്പോൾ ചിറ്റപ്പന് പറ്റിയ പരിപാടിയാണ്. വിഷം നല്ലൊരു ബിസിനസ്സാ. പക്ഷേ വെറൈറ്റി വല്ലതും വേണ്ട. എനിക്കൊരു ഐഡിയ ഉണ്ട്. ചിറ്റപ്പനെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് വളവളാന്ന് 2-3 മിനിറ്റ് അങ്ങ് സംസാരിക്കണം. വളവളാന്ന് 2-3 മിനിറ്റ് സംസാരിച്ചിട്ട് ഈ സംസാരം നിർത്തണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും 100 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ മതി. എപ്പോ കോടീശ്വരനാവുമെന്ന് വെച്ചാൽ പോരെ. ഒന്ന് പോടാ ഇറക്കാ. നീ ഒരുപാട് അങ്ങ് സ്മാർട്ട് ആവല്ലേ. എന്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ട് നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് അവിടെ ഇറങ്ങി പോ. ഞാൻ ഐഡിയ പറയാം. അയ്യോ നീ ഒരു ഐഡിയ ഒന്നും പറയല്ലേ. ഞാൻ വേറെ വല്ലയിടത്ത് പോയി ചോദിച്ചോളാം. എന്നാ പോയി കേറി കൊടു. ഞാൻ പോന്നെ. എന്ത് ഒന്നുമില്ല, ചെന്ന് കേറാൻ പറഞ്ഞത്. നീ ഒരുപാട് മൂപ്പിക്കല്ലേ. ഞാൻ പോകാനാ പോന്നെ. എന്താടാ ഒരു സീനാക്കല്ലേ. ഞാൻ പൊക്കോളാം. മാറങ്ങോട്ട്. ചായ തരും. ചെറിയ തലവേദന. വലിയ തലവേദന വരുന്നുണ്ട്. എന്തുവാ ഉത്തരന്റെ ചെറിയൊരു തലവേദന. അല്ല ഞാൻ വലിയ തലവേദനയാണല്ലോ കേട്ടത്. എന്നാ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു ഇടത്തരം തലവേദന പോരെ. അങ്ങനെ കാര്യമായിട്ട് പറ. ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഡേ എങ്ങോട്ടെങ്കിലും താമസം മാറി പോണം നീ. ഇതെന്തോ ചേട്ടത്തി ഇത് ഡെയിലി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ചേട്ടന് മടുക്കത്തില്ലേ? നീ പറയടാ. ഞാൻ ചേട്ടത്തി മാത്രം പറയാം. വലിയ ഉപകാരം. എന്നാ ചേട്ടനോട് കേട്ടോ, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്ത് ചിരിക്കുന്നത്? ഒന്നുമില്ലടാ, നല്ല കാര്യം. പുച്ഛിച്ചോ നിങ്ങളെല്ലാരും നോക്കി. ഒരു ദിവസം ഞാൻ ഈ വീട്ടിന്റെ മുറ്റത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിനകത്ത് വന്നിങ്ങി ഇറങ്ങും. ഇനി ഇവിടെ പ്ലെയിൻ ഇറക്കാൻ പറ്റുമോ? എടി അവ ആദ്യം ഇവിടെ ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിച്ചോണ്ട് വരട്ട്. അതൊക്കെ അവൻ കൊണ്ടുവരും. നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി അല്ലേടാ. പിന്നെ അങ്ങനെ കൂടെ പറഞ്ഞു കൂടി ചേട്ടത്തി. നീ പറ, എന്താ നിന്റെ പ്ലാൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അത് ചോദിക്കാനാ ഇങ്ങോട്ട് വന്നേ. ഡേ ഒരു കാര്യം പറഞ്ഞേക്കാം. മൂലധനം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ. അയ്യോ ചേട്ടന്റെ മൂലധനം ഒന്നും എനിക്ക് വേണ്ടേ. ചോദിച്ചാലും തരുമില്ല. നിങ്ങൾ ചുമ്മാ അവൻ ആദ്യമായിട്ടല്ലേ ഒരു നല്ല കാര്യത്തിന് മുൻകൈ എടുക്കുന്നേ. അല്ല ഞാൻ എന്ത് അങ്ങനെ പറഞ്ഞേ. ഞാൻ എന്ത് മോശ കാര്യത്തിനല്ല മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നീ എന്താ പ്ലാൻ എന്ന് പറ. നമുക്ക് എന്തെങ്കിലും സർവീസ് തുടങ്ങിയാലോ? എടാ നല്ല ഐഡിയ ഉണ്ടാത്. കുട്ടിച്ചോറാക്കി കൊടുക്കപ്പെടുന്ന ഒരു ബോർഡ് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലും മതി. പവർ കട്ട് സമയത്ത് വീശി കൊടുത്താലും മതി. ഇല്ലടാ വേണ്ട, നീ ഊതി കൊടുക്കുമെന്ന് പറഞ്ഞു. നിനക്ക് ഊതാനും പറ്റും. ചേട്ടത്തി ഈ വാഴത്തി നമുക്ക് ആ സൈഡിലോട്ട് അങ്ങനെ മാറി സംസാരിക്കാം. ചെല്ല്. എടേ പ്രൈവറ്റ് ചെല്ല് എന്നെ കൂടെ കയറ്റണേടാ. ഇത്തിരി പുളിക്കും. ഞാനേ ചേട്ടന്റെ മണ്ടേ കൂടെ ഇട്ട് കറക്കും. എന്നാലും കയറ്റത്തില്ല. ചേട്ടത്തി ചേട്ടൻ രണ്ടാമത് പറഞ്ഞ ഐഡിയ സൂപ്പർ ഐഡിയ അല്ലേ? ഏത്? മറ്റേ പൊട്ടിക്കാതെ. മറ്റേ ഉറങ്ങിയിരിക്കുമ്പോഴോ അല്ലെന്ന്. മറ്റേ കറണ്ട് അടിച്ചിരിക്കുമ്പോ ഊതി കൊടുക്കുന്ന പരിപാടി. കറണ്ട് അടിച്ചിരിക്കുമ്പോഴല്ലടാ, കറണ്ട് പോയിരിക്കുമ്പോ. കറണ്ട് വരിക്കുമ്പോ ഊതി കൊടുക്കുന്ന പരിപാടി. അപ്പൊ നമ്മൾ ഊതി കൊടുത്തെങ്കിൽ അവരുടെ പൈസ കിട്ടത്തില്ലേ? നീ അവിടെ കൈയെടുത്തേ ആദ്യം. അതേ എടുത്ത് പോയി ഊതി കൊടുക്കണം. ഊതി കൊടുക്കുമ്പോ നമ്മൾ പൈസ കിട്ടത്തില്ലേ? ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആദ്യത്തെ പരിപാടിയായിരുന്നു നിനക്ക് കറക്റ്റ്. ആദ്യം പുള്ളി പരിപാടി പറഞ്ഞില്ലേ? എന്താ പരിപാടി? കുട്ടിച്ചോറാക്കുന്ന പരിപാടി. അതായിരിക്കും കറക്റ്റ്. വേണ്ടെങ്കിൽ വേണ്ട ചേട്ടനെങ്കിൽ വേറെ എന്തെങ്കിലും പറ. എടാ നമുക്കേ ഒരു മൂവിങ് കമ്പനി തുടങ്ങിയാലോ? എങ്ങനെ? അതായത് ഈ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലേ? ആൾക്കാർ വീട് ഒഴിഞ്ഞു പോകുമ്പോ പഴയ വീട്ടിലെ സാധനങ്ങൾ പുതിയ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പരിപാടി. അത് സിമ്പിൾ പരിപാടിയാണല്ലേ? അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. ഈ പഴയ വീട്ടിലെ മൊത്തം സാധനം ഒന്നും പൊട്ടാതെ ഉടയാതെ പുതിയ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അപ്പൊ പൊട്ടിച്ചൂടല്ലേ? പൊട്ടിക്കാനും പൊടിക്കാനും ആണെങ്കിൽ നിനക്ക് വല്ല മില്ലും തുടങ്ങിയാ പോരെ? അത് ശരിയാന്നല്ലേ. നമ്മുടെ തിരുവാങ്കുളത്ത് ഒരു പൂട്ടി കിടക്കുന്ന ഒരു മില്ലില്ലേ? അത് ഞാൻ പൊടി കെട്ടിയെടുത്തങ്ങ് നടത്തിയാലോ? അത് നല്ല ഓപ്ഷൻ ആട്ടോ. ആക്ച്വലി ഞാനതങ്ങ് മറന്നിരുന്നേ. വാ നമുക്ക് അച്ഛനടുത്ത് ചോദിക്കാം. എടാ പക്ഷേ ഈ മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് ആരെങ്കിലും പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണമായിരുന്നു. നമ്മളെ തുടക്കക്കാരെ ചേട്ടത്തി അതൊക്കെ റെഡിയാവും. അച്ഛാ ഞാൻ മറ്റേ തിരുവാങ്കുളത്തെ മില്ല് തുറക്കാൻ തീരുമാനിച്ചു. തിരുവാങ്കുളത്തെ മില്ലേ തുറക്കാൻ തീരുമാനിച്ചു. അവൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചാ. എന്റെ ആശ ആ മില്ല് ഇവിടെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ അടഞ്ഞു കിടക്കുകയല്ലേ. ഇവരെ ചെന്ന് തുറന്നാലേ അടി നമുക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനെ നിരുത്സാഹപ്പെടുത്താ വെച്ചാ അവനൊരു ആഗ്രഹം പറഞ്ഞല്ലേ. ഇടി നിനക്ക് അവനെ പറ്റി അറിഞ്ഞുകൂടാത്തണ്ട്. ഈ സംസാരം മാത്രമേ ഉള്ളൂന്നേ.
അങ്ങനൊന്നും അല്ല അച്ഛാ, ഞാൻ കോടീശ്വരനാവും തീരുമാനിച്ചു. ഞാനേ ബെറ്റ് വെച്ചേക്കുക. നീ ആരോട് ബെറ്റ് വെച്ചത്? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അച്ഛൻ ഇതിന് സമ്മതിക്കോ ഇല്ലയോ? ഞാൻ സമ്മതിച്ചാലേ ആ മെഷീൻ നന്നായി കേടായി കിടക്കണം നന്നാക്കാനേ നീ കാശ് എൻ്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. പിന്നെ ഞാൻ ആരുടെ ചോദിക്കും അച്ഛാ? നീ ആരോട് വേണോ ചോദിച്ചോ? മില്ലുണ്ടാക്കാൻ നടക്കുന്നു. പോട്ടോ, നമുക്ക് വേറെ വല്ല വഴി നോക്കാം. വാ, വേറെ ഏത് വഴി നോക്കാം? നോക്കാം. ഇവിടെ വച്ചോ. വേണ്ട, ഒരു പോച്ചയുടെ വിലയുള്ളൂ എനിക്കിവിടെ. നിനക്ക് ഇന്നാണോ കുഞ്ഞെ മനസ്സിലായ? വാ, നമുക്ക് ആലോചിക്കാം. എന്തോ ചെയ്യും?